ഒരുപക്ഷേ അങ്ങയുടെ ഭരണത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ കുട്ടികളൊക്കെ അങ്ങനെ അപകടത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇവരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷേ അങ്ങ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭരണം സർക്കാരും പോലീസും മാത്രം വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഇതിനൊരു ടൈം ഫ്രെയിം അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടോ? അത് കോവിഡ് ഘട്ടം പോലെ നമുക്ക് ഈ ക്യാമ്പയിൻ നല്ല നിലക്ക് എടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം. പല നടപടികൾ സ്വീകരിക്കും. ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ്. ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്ര കണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. വാർത്താ സമ്മേളനം കുറച്ചത് എന്താണ്? അല്ല, അതൊക്കെ യാദൃശ്ചികമായി വേണമെങ്കിലേ നടത്തേണ്ടതുള്ളൂ. പക്ഷേ ഈ ഘട്ടം അത് വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്തൊക്കെ സംഭവിക്കുന്നു, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നാട്ടിനെ അറിയിക്കുക, ജനങ്ങളെ അറിയിക്കുക, അതൊരാവശ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അല്ല, അങ്ങയുടെ അന്ന് കോവിഡ് കാലത്ത് എനിക്കൊന്നൊരു പക്ഷേ ആൾക്കാർ ഒരു അശരണരായി തോന്നിയ ഒരു സമയത്തായിരുന്നു എല്ലാ ദിവസവും അങ്ങയുടെ വാർത്താ സമ്മേളനം വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അങ്ങ് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ വരുന്നെങ്കിലും രാവിലെ തന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. കാര്യം ഞങ്ങൾക്ക് വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ചാനലും മത്സരം വരുന്നത്. പിന്നെ വൈകുന്നേരം ഇവർക്ക് ടെൻഷൻ, ഇനി മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വന്നില്ലെങ്കിലോ. കാര്യം ഇത് കൺഫർമേഷനൊന്നും ഇല്ലല്ലോ അതുപോലെ. അപ്പോൾ എന്തായാലും അന്ന് നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു ആളുകൾക്ക് വലിയൊരു ധൈര്യം പകർന്നത്. ഇപ്പോൾ ഇത് പല വീട്ടമ്മമാർക്കും വല്ലാത്ത അസ്വാസ്ഥ്യമുണ്ട് ഇതിനകത്ത്. ഒരുപക്ഷെ അങ്ങയുടെ വാർത്താ സമ്മേളനം ഉപകരിക്കുമെന്നാണ്. ആഴ്ചയിൽ ഒരു ദിവസം നന്നായിരിക്കും, ഒരു ദിവസം അങ്ങ് വരുന്നത് നന്നായിരിക്കും. നമുക്ക് ഈ ആപത്തിനെ നേരിട്ടേ മതിയാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ക്യാമ്പയിനിലേക്ക് കടക്കുക. ഒരു മാസം തൊട്ട് വളരെ വിശദമായ ഒരു പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കർമ്മ പദ്ധതി മനസ്സിലുണ്ട്. ഒരു വലിയ വിപുലമായ കർമ്മ പദ്ധതിയാണ്. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇങ്ങോട്ട് കടന്നു വരുന്ന എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വലിയ തോതിലുള്ള ഇടപെടലുകൾ വേണ്ടി വരും. നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലുള്ള മറ്റ് മുഖ്യമന്ത്രിമാരുമായിട്ട് അങ്ങ് ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? അല്ല, ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കാൻ തയ്യാറാവും. ബംഗളൂരിൽ നിന്നൊക്കെയാണല്ലോ കൂടുതൽ. പക്ഷേ നമ്മൾ കാണേണ്ടത് നമ്മുടെ നാട്ടിലാണ് ഇതിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നതെന്നാണ്. അപ്പോൾ അത് ഒരാപത്തായി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവരുടെ എല്ലാ സഹകരണം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. തടയാനാവശ്യമായ നടപടികൾ. ഇന്ന് ആധുനിക ഉപകരണങ്ങൾ പലതുമുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിക്കണം. സ്നിഫർ ഡോഗ്സിനെ ഉപയോഗിക്കാൻ കഴിയും. അതും വ്യാപകമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പലതരത്തിലുള്ള ഇതിന് പ്രതിരോധ നടപടികൾ പല രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും നമുക്ക്